MGOCSത്തിന്റെ ചുമതല ഏറ്റെടുപ്പം എനിക്ക് തോന്നുന്നു 3 വർഷമായി. 3 വർഷമായി. അപ്പം തിരുമേനി അതിന്റെ ചുമതലയിൽ എത്തിയതിനു ശേഷം MGOCSം വളർന്നിട്ടുണ്ടോ അതോ തളർന്നിട്ടുണ്ടോ? സ്വാഭാവികമായും വളർന്നിട്ടുണ്ടെന്നേ പറയൂ, പക്ഷേ അത് എങ്ങനെ പോകും? നമുക്ക് ഈ പാരമ്പര്യമായ MGOCSം രീതികളിൽ നിന്ന് വ്യത്യാസപ്പെടേണ്ടതായിട്ട് വന്നു. അതിൻ്റെ പ്രധാന കാരണം കോളേജുകളിലും സ്കൂളുകളിലുമുള്ള സമയക്രമീകരണങ്ങൾ, പരീക്ഷകൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ്. നേരത്തെയൊക്കെ നമുക്കൊരു ഇൻ്റർവെൽ ബ്രേക്ക്, ലഞ്ച് ബ്രേക്കൊക്കെ 1 മണിക്കൂർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കഷ്ടിച്ച് അരമണിക്കൂറൊക്കെ ഉള്ളു. അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ MGOCSം ഒക്കെ കൂടുക എന്ന് പറയുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പല മാർഗങ്ങളിൽ അത് ഓൺലൈൻ മീഡിയയായ മറ്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ചാണ് ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായും നമുക്ക് ഈ MGOCSം എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് വിദേശങ്ങളിൽ പഠിക്കുവാൻ പോകുന്ന, പ്രത്യേകിച്ചും പള്ളികളും നമ്മുടെ ആളുകളും ഇല്ലാത്ത സ്ഥലങ്ങളിലെ നമ്മുടെ ആളുകളെ കണക്ട് ചെയ്യുവാൻ തക്കവണ്ണം ആരംഭിച്ച ഒന്നാണ്. അതിനുവേണ്ടി നടത്തുന്ന ബൈബിൾ സ്റ്റഡികൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഒക്കെ നമുക്ക് വിപുലമാക്കുവാനായിട്ട് ഇടയാക്കിയിട്ടുണ്ട്. നാളെ ഒരു ഓൺലൈൻ കോഴ്സിൻ്റെ ഗ്രാജുവേഷനാണ്. അത് വിശ്വാസ പഠനമായിരുന്നു. 1 വർഷമായിട്ട് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരുന്ന ഓൺലൈൻ കൂടെയുള്ള ഒരു വിശ്വാസ പഠന പദ്ധതി. അതിന് ധാരാളം ആളുകൾ രജിസ്റ്റർ ചെയ്യുകയും ഒരു 75-80% ആളുകൾ അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വളർച്ചയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഫിസിക്കലി ഉള്ള കൂട്ടായ്മകളുടെ പ്രശ്നങ്ങളുണ്ട് നമുക്ക്. എന്നാൽ മറുവശത്ത് നമ്മുടെ മിനിസ്ട്രി പല തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ധാരാളം, പ്രത്യേകിച്ചും കേരളത്തിന് വെളിയിൽ MGOCSം വളരെ ശക്തമാണ്. അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ MGOCSം വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. വളർച്ചയാണോ എന്ന് ചോദിച്ചാൽ വെറുതെ പറയുകയല്ല, അത് വളരുക തന്നെയാണ്. എന്നാൽ നമുക്ക് പരിമിതികൾ ധാരാളം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമാണ് MGOCSം ഉള്ളത്? അല്ല, അപ്പുറത്തേക്കുണ്ട്. ഉണ്ട്. നമുക്ക് ബാംഗ്ലൂർ, മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കോളേജുകൾ കേന്ദ്രീകരിച്ച് നമ്മുടെ ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുന്നുണ്ട്. അത് നമ്മുടെ സ്ഥാപനങ്ങളൊന്നുമല്ല. അവിടെ കുർബാനകൾ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ പഴയതുപോലെ ഇപ്പോൾ സ്ഥാപനങ്ങളിൽ ആരാധന നടത്താൻ അനുവാദം ലഭിക്കുന്നില്ല. എങ്കിലും നമുക്കിപ്പം ദാവൺകര, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ MGOCSമിൻ്റെ വൈദികർ താമസിക്കുന്നുണ്ട്. അവരുടെ ശുശ്രൂഷ അവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. കുട്ടികളെ കാണുന്നുണ്ട്, ബൈബിൾ സ്റ്റഡി ഉണ്ട്, കുർബാന അർപ്പിക്കാവുന്ന സ്ഥലങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. അത് പക്ഷേ കുറെ കൂടെ വിപുലപ്പെടുത്തുവാനായിട്ട് ഇടയാകണം. നേരത്തെ മറ്റ് പല സ്ഥലങ്ങളിലും ഈ MGOCSം ചാപ്ലൈൻസി വളരെ ശക്തമായിരുന്നു. നമുക്കിപ്പോൾ MGOCSന് കുറേ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി മറികടന്നാൽ നമുക്ക് ഒരു വരുമാനം സ്ഥിരമായിട്ടുണ്ടായാൽ ഇനിയും അത് വിപുലപ്പെടുത്താവുന്നതാണ്. പ്രത്യേകിച്ചും കർണാടക, തമിഴ്നാട്, ആന്ധ്ര ഈ പ്രദേശങ്ങളിലെ ശുശ്രൂഷ ഇനിയും വിപുലപ്പെടുത്തേണ്ടതുണ്ട്. ധാരാളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഡൽഹി, കൽക്കട്ട തുടങ്ങിയ പ്രധാന സിറ്റികളിലൊക്കെ നമുക്ക് വൈദികരെ താമസിപ്പിച്ച് ഈ ശുശ്രൂഷ നിർവഹിക്കാവുന്നതാണ്. പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള MGOCSം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കേരളത്തിന് വെളിയിൽ വളരെ ശക്തമാണ്. എല്ലാ പള്ളികളിലും, മിക്കവാറും എല്ലാ പള്ളികളിലും തന്നെ MGOCSമിൻ്റെ യൂണിറ്റുകളുണ്ട്. കേരളത്തിലും കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത് ഏതാണ്ട് 200ഓളം യൂണിറ്റുകൾ നമുക്ക് സ്ഥാപനങ്ങൾ, പള്ളികൾ എന്നിവ ചേർന്ന് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി എന്നുള്ളതും വളരെ സന്തോഷമാണ്. എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിലെ കൊണ്ടോ സ്വദേശിയാണ്, ജോർജ് പണിക്കർ. ആയിട്ട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പഠിക്കുന്ന കാലത്ത് കൊല്ലത്ത് കത്തോലിക്ക സഭയുടെ കോളേജായ ഫാത്തിമ കോളേജിൽ വരെ MGOCSം രൂപീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരുന്നു, പ്രവർത്തിച്ചിരുന്നു.
പന്തളം NSS കോളേജിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ കുട്ടികളുടെ എണ്ണം പല സ്ഥലങ്ങളിലും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവാണ്. പിന്നെ ഈ ആരാധനാ കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നടത്തുവാനായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കുറേ അധികം ഉണ്ടായി. ഇതെല്ലാം ചേർത്ത് വെച്ചപ്പോഴാണ് അത് കുറഞ്ഞു പോയത് എന്നാണ് എൻ്റെ വിചാരം.